ഷാമെ, റിജാസ് ഷീബ സൈദിഖ് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം അതിനെ വിമർശിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്ന ആളാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. ഇയാളെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, ഇയാളുടെ പെൺസുഹൃത്തിനൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇയാളുടെ കൊച്ചിയിലെ കീർത്തി നഗറിലെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്, റെയ്ഡ് നടത്തുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്നാണ് അതെ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ വിശേഷിപ്പിക്കുന്നത്. ഞാനത് പറയാഞ്ഞതാ. ഇങ്ങനെയുള്ള കുറേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. മാധ്യമ പ്രവർത്തനം എന്നുള്ളത് രാജ്യത്തിനെതിരായിട്ടുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാം എന്ന് ബോധ്യപ്പെട്ടിട്ട് ഇറങ്ങിത്തിരിച്ച കുറേ ആളുകൾ, ജേർണലിസം പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇഷ്ടംപോലെ ഈ നാട്ടിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കേരള പ്രസ് അക്കാഡമി, അവിടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഇന്നിപ്പോൾ അത് കേരള മീഡിയ അക്കാഡമിയാണ്. അന്നുള്ളത് അതാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബ് നടത്തുന്നത്, കാലിക്കറ്റിലും പ്രസ് ക്ലബ്ബ് നടത്തുന്നത്. വേറെ മീഡിയ അക്കാഡമികൾ ഇല്ല. ജേർണലിസം പഠിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ കാക്കനാട് ഞാൻ പഠിച്ചത് തന്നെ എൻട്രൻസ് എഴുതിക്കാറുണ്ട സ്ഥാപനമായിരുന്നു അന്ന്. ഇന്നിപ്പം എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ജേർണലിസം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജേർണലിസം പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ജേർണലിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളായപ്പോഴത്തേക്ക് പിന്നെ ആളുകൾ പോവുക, ഒരു കോഴ്സ് പോലെ ഇത് ചെയ്യുക, അതിനുശേഷം ഇറങ്ങിത്തിരിക്കുക. പിന്നീട് ചിലരൊക്കെ ഇങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച് രാജ്യത്തിനെതിരായിട്ടുള്ള പരിപാടികൾ കാട്ടിക്കൂട്ടുക. അങ്ങനെ ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ജേർണലിസത്തിൻ്റെ ഇപ്പോൾ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതില്ലാത്തവരും ഇഷ്ടംപോലെ പേര് ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലരുടെയൊക്കെ ഒരു ഉദ്ദേശത്തിൽ ഇത് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ റിജാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റിജാസ് ഷീബ സൈദിഖ് എന്നാണ് പേര്. പിന്നെ അയാളുടെ വീട് നമ്മുടെ ഇവിടെ എവിടെ അല്ലേ, പിന്നെ കൊച്ചിയിൽ കീർത്തി നഗർ, എളമക്കരയിൽ കീർത്തി നഗർ, അവിടെയാണ് അയാളുടെ വീട്. അപ്പോൾ ഇയാൾ കഴിഞ്ഞ മാസം 29-ന് പിന്നെ പനമ്പള്ളി നഗറിലെ സെൻട്രൽ പാർക്ക് ഉണ്ടല്ലോ, സെൻട്രൽ പാർക്കിൽ ഒരു പരിപാടി ഇയാൾ സംഘടിപ്പിച്ചു. കശ്മീരി ആകുന്നത് തെറ്റല്ല എന്നതായിരുന്നു ആ പരിപാടിയുടെ പേര്, അതിൻ്റെ വിഷയം. അങ്ങനെയായിരുന്നു പരിപാടിയുടെ പേര്. ഇയാളടക്കം 9 പേരാണ് അന്ന് ഈ പരിപാടിയിൽ പങ്കാളികളായത്. 9 പേരുണ്ടായിരുന്നു. ഇവർക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു ആ വിഷയത്തിൽ. കശ്മീരി ആകുന്നത് തെറ്റല്ല, ഭാരതീയനാകുന്നതാണോ തെറ്റ്? അല്ല, കാശ്മീരി ആകുന്നത് തെറ്റല്ല എന്നാണ് ആ പരിപാടി. മറ്റൊരു അർത്ഥം. അതെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് കശ്മീരി ആകുന്നത് തെറ്റല്ലെന്ന് ആര് പറയുന്നു? കശ്മീരി ആകുന്നത് തെറ്റല്ലെന്ന്, തെറ്റാണ് നമ്മൾ പറയുന്നില്ല, ആരും പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ആ പരിപാടി സംഘടിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഹൽഗാം സംഭവത്തിന് ശേഷം ഈ പഹൽഗാമിലെ സംഭവത്തിലെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് കരുതപ്പെട്ട 4 പേരുടെ വീടുകൾ കശ്മീരിൽ സേന ഇടിച്ചു നിരത്തി. അവിടെ നിരത്തപ്പെട്ടു. 4 പേരുടെ വീടുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു. അതിനെതിരെയായിട്ടാണ് ഇവരുടെ ഈ പരിപാടി, അതായത് ആ നടപടിക്കെതിരായിട്ടാണ് ഇവർ ഈ പരിപാടി പനമ്പള്ളി നഗറിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് അയാൾക്കെതിരെ ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തത്. കേരളത്തിലല്ല, ഇപ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്നെങ്കിൽ BNS 149 ആണ് ഈ കേസ്. രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുക, അതാണ് ഇതിൻ്റെ സെക്ഷൻ. ശരിക്കും കേരളത്തിൽ ആയതുകൊണ്ട് പിന്നെ ഈ പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ സംഘടിച്ചു, പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ പരിപാടി സംഘടിപ്പിച്ചു എന്ന രീതിയിൽ കേസെടുത്തു, ഒരു ജാമ്യം ലഭിക്കുന്ന കേസെടുത്തു. എന്താണ് പരിപാടി? എന്താ കേരള പോലീസിന് അറിയില്ല BNS 149 എന്താണെന്ന്? കണ്ണടച്ചു. അതാണ് ഉണ്ടാവുന്നത്. പിന്നെ വേറൊരു സാധനമുണ്ട്, BNSൻ്റെ 353, പൊതുജനത്തെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുക. അത് കേരള പോലീസിന് അറിയില്ലേ? പിന്നെയുണ്ട് 192, കലാപശ്രമം, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് അവരവിടെ നടത്തിയത് പനമ്പള്ളിയിൽ. ഈ വകുപ്പുകളൊന്നും ഇവരെടുത്തിട്ടില്ല. വേറൊരു സംസ്ഥാനത്താണെങ്കിൽ, ഇപ്പോൾ ഈ കേരളം, തമിഴ്നാട്, പിന്നെ പശ്ചിമ ബംഗാൾ, ഇങ്ങനെയുള്ള കുറേ സ്റ്റേറ്റുകളല്ലാതെ കർണാടക, ആന്ധ്ര, മുംബൈ, മഹാരാഷ്ട്ര, UP ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ റിജാസ് ഷീബ സൈദിഖ് ജയിലിൽ നിന്ന് ഇറങ്ങി വരാൻ സമയം ഉണ്ടാവില്ല. കേരളമായതുകൊണ്ട് പനമ്പള്ളി നഗറിൽ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം സൗത്ത് പോലീസിനെ ഇവരും അറിയിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം സൗത്ത് പോലീസിനെ അറിയിച്ചപ്പോൾ സൗത്ത് പോലീസ് അവിടെ എത്തുകയും ഇയാളടക്കം 9 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്കുള്ള ജാമ്യം ലഭിക്കുന്ന രീതിയിലൊരു കുറ്റം, അതായത് അനുമതിയില്ലാതെ പൊതുസ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചു എന്ന രീതിയിലൊരു
കേസെടുക്കുകയും ഇവർക്ക് ജാമ്യം നൽകുകയും പറഞ്ഞു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇത് എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ റിജാസിനുണ്ടായി. അപ്പോൾ റിജാസ് എവിടേക്ക് പോയി? മഹാരാഷ്ട്രയ്ക്ക് പോയി. അവിടെ നാഗ്പൂരിനടുത്ത് ലഗത്ഗഞ്ച്, അവിടെ ഒരു ലോഡ്ജിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താമസം. അവിടെ ഇരുന്നു കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഇദ്ദേഹം പോസ്റ്റ് ഇട്ടു. പോസ്റ്റിലെ പ്രഖ്യാപനം ഇതാണ്: യുദ്ധം ഭരണകൂടത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രിയാണ്. ഒരു ഭരണകൂടം അസ്ഥിരമാകുമ്പോഴാണ് അവർ യുദ്ധം ഉണ്ടാക്കുന്നത്. അതായത് പഹൽഗാം ആക്രമണം ഇന്ത്യൻ ഗവൺമെൻറ്റിന് നിലനിൽക്കുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യൻ ഗവൺമെൻറ്റിന് നിലനിൽക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹം പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞത്. അതായത് ഇത് മുഴുവൻ സർക്കാർ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് പരിപാടിയാണ്. സർക്കാരിന് ഈ സമയത്ത് അങ്ങനെ ഒരു തട്ടിപ്പ് പരിപാടി നടത്തേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാരിനല്ല, ഇതിപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പുൽവാമ നടന്നപ്പോൾ ഇവർ എന്താണ് ഇവിടെ പറഞ്ഞത്? പുൽവാമ ആക്രമണം നടന്നു. പുൽവാമ ആക്രമണത്തിൽ 40 CRPF ജവാന്മാരുടെ പിന്നെ ജീവൻ നഷ്ടമായി. നമുക്ക് CRPFൻ്റെ വണ്ടിയാണ് തകർക്കപ്പെട്ടത്. അന്ന് ഇവിടുത്തെ കുറേ ആൾക്കാർ എന്താ പറഞ്ഞത്? ഇത് സർക്കാരിന് നിലനിൽക്കുവാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയെടുത്ത, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളിലെ ചിലർ തന്നെ പറഞ്ഞു സർക്കാരിന് നിലനിൽക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയെടുത്ത പരിപാടിയാണെന്ന്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന്. സമ്മതിച്ചു. ഞങ്ങളുടെ ശക്തി എന്താണെന്ന് അവർ പുൽവാമയിൽ ഞങ്ങൾ കാട്ടിക്കൊടുത്തതാണെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയിരുന്ന് പറയുന്നത് നമ്മളിന്ന് കേട്ടില്ലേ? വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞു ഞങ്ങളാ ചെയ്തതെന്ന്. എന്തേ അന്ന് പറഞ്ഞവർക്കാർക്കും ഇപ്പം ഒന്നും മിണ്ടാനില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത പരിപാടി ഏതെന്ന്? അപ്പോൾ പാകിസ്ഥാൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അവർ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇത് സമ്മതിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാജ്യത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം. രാജ്യത്തിനൊപ്പം നിൽക്കുക, ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുക. അതാണ് പ്രാഥമികമായിട്ട്. ഇയാൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടനകളുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ഇവരൊന്നും മാവോയിസ്റ്റും ഇതൊന്നുമല്ല. ഇവരൊക്കെ രാജ്യവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് മറ പിടിക്കുന്നവരാണിവർ. മറ പിടിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കയറി നിൽക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഈ രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾക്കെതിരെ ഏതെങ്കിലും മതമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കാം അതിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ധാരാളം പേർ ഈ നാട്ടിലുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്നതുണ്ട്. ഞാൻ ഇതിപ്പോഴെങ്ങുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരിപാടി. അത് ഞാനൊരു ചർച്ചയിൽ പറയുകയും ചെയ്തു, സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച്. അത് പിന്നെ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പല സംഘടനകളിൽ ഇങ്ങനെ കയറി അതിലൊരാളാണ് ഈ റിജാസ് എം ഷീബ സൈദിക്ക് എന്ന് പറയുന്ന ഇയാൾ. അപ്പം ഇയാളെ തേടി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ലഗത്ഗഞ്ച് നിന്ന് മഹാരാഷ്ട്രയുടെ ATS വന്നു, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നാട്ടിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവസാനം കേരളത്തിൽ വന്നിരിക്കും. പഹൽഗാം ഏറ്റുമുട്ടൽ നടന്ന് അത് അങ്ങേയറ്റം കാശ്മീരിൽ അത്രയും വലിയ പ്രശ്നമുണ്ടായി, 10-26 പേരെ വെടിവെച്ച് കൊന്ന് അതിന് അന്വേഷണം NIA ആരംഭിച്ച് എല്ലാം നടത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിലെ മുഖ്യ സൂത്രധാരൻ പഠിച്ച കേരളത്തിലാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. ഇവിടുത്തെ തടിയൻ്റെ ഇവിടെ നസീർ. അതെ, ആരെന്ത് കാട്ടിക്കൂട്ടിയാലും അവസാനം ഇത് കേരളത്തിൽ വന്ന് കേരളം ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതൊരു ഹബ്ബ് പോലായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കുറേ വിഷയങ്ങളുടെ ഒരു ഏരിയ ആയിട്ട് ഇത് മാറുന്നുണ്ടോ എന്ന് അത് പലരും ഇപ്പം തന്നെ നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ പല രാഷ്ട്രീയ നേതാക്കളും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ലഗത്ഗഞ്ച് പോലീസ് അതിനകത്ത് കയറി, ഇയാളുടെ കീർത്തിനഗറിലെ വീട്ടിൽ കയറി പരിശോധിച്ച് കുറച്ച് പുസ്തകങ്ങൾ, ഒരു പെൻ ഡ്രൈവ്, ഒരു ലാപ്ടോപ്പ്, ഇത്രയും സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പെൻ ഡ്രൈവ് കൊണ്ടുപോയി, ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോയി, കുറച്ച് ബുക്സ് കൊണ്ടുപോയി, ഇത്രയും അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല അവർ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നു. സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന FIRൻ്റെ കോപ്പി അവർ മേടിച്ചു. ഇയാൾക്കെതിരെയുള്ള FIRൻ്റെ കോപ്പി അവർ വാങ്ങിയിട്ട് പോയി. പിന്നെ അന്നത്തെ വീഡിയോ ദൃശ്യങ്ങൾ, അതായത് പനമ്പള്ളി നഗറിൽ പിന്നെ ആ സെൻട്രൽ പാർക്കിൽ ഇവർ സംഘടിച്ചതിൻ്റെ ആ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ ശേഖരിച്ചുകൊണ്ട് പോയി. ഇയാളെ ഇപ്പോൾ പിന്നെ നാഗ്പൂർ കോടതി 13 ദിവസത്തേക്ക് ATSന് വിട്ടുകൊടുത്തിരിക്കുക. ഈ മാസം 13 വരെ പിന്നെ 13 ദിവസത്തേക്കല്ല, ഈ മാസം 13 വരെ അയാളെ ATSൻ്റെ കയ്യിലാണ്. ATSൻ്റെ കയ്യിൽ നിന്ന് ഇനിയിപ്പോൾ അയാൾക്കെതിരെ ഇപ്പം നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റപ്രകാരമാണെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കലാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക, രാജ്യത്തിനെതിരെ യുദ്ധ പ്രഖ്യാപനം നടത്തിയത് കൂടാതെ ആളുകളെ
ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി വരിക എന്നുള്ളത്. ഇയാൾക്കൊപ്പം ഒരു ഇഷാ കുമാരി ഉണ്ടായിരുന്നു. അവർ നാഗ്പൂർ സ്വദേശിനിയാണ്. അപ്പം നാഗ്പൂർ സ്വദേശിനിയായിട്ടുള്ള ഇഷാ കുമാരി ഇയാൾക്കൊപ്പം റൂമിൽ ദിവസങ്ങളായി താമസിച്ച് വരികയായിരുന്നു. 22 വയസ്സാണ് ഈ ഇഷാ കുമാരിയുടെ പ്രായം. ഇഷാ കുമാരിക്ക് പക്ഷേ ജാമ്യം കൊടുക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കാര്യം ഇഷാ കുമാരി റൂമിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ, പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ കൂട്ടാളി എന്ന രീതിയിലാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അവർക്ക് ജാമ്യം കൊടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം അവർ മഹാരാഷ്ട്രയിൽ നിന്ന് കൂടി ഇവിടെ വരണമെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രൈമായിട്ട് അവരിതിനെ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നാഗ്പൂർ പോലീസ്, ലഗർഗഞ്ച് പോലീസ് ഒന്നും ഓടി ഇവിടെ വരേണ്ട ഒരു കാര്യവും അവർക്കില്ല. അതുകൊണ്ടാണ് അവർ ഓടിയെത്തിയത്. ഇവിടുന്ന് FIR കോപ്പി, ഇവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് അടക്കം അവിടെ കൊണ്ടുപോയി ഹാജരാക്കും, കോടതിയിൽ ഹാജരാക്കും. ഇത്രയധികം, അതായത് ഒരു കാരണവശാലും ജാമ്യം കൊടുത്ത് വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മഹാരാഷ്ട്ര ATS മിക്കപ്പോഴും ഇവിടെ കേരളത്തിലാണ്. മിക്കപ്പോഴും കേരളത്തില കാര്യമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസമല്ല, ഞാൻ ഒരു കഥ പറഞ്ഞില്ല, ഒരു മാവോയിസ്റ്റ് നേതാവിനെ തേടി ATS ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ വന്നിട്ട് അയാളുടെ വീട് തുറക്കാൻ പറഞ്ഞിട്ട് വീട് തുറക്കാൻ തയ്യാറായില്ല. അവസാനം അവർ ഈ ഇതൊക്കെ ലോക്കൊക്കെ അഴിക്കുന്ന ആളെ വിളിച്ചു വരുത്തി ഇത് ലോക്ക് അഴിച്ചു. എന്നിട്ടാണ് പോലീസ് അതിനകത്ത് കയറിയത്. മഹാരാഷ്ട്ര ATS കയറിയത്. പോലീസല്ല ATS, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അവർ കയറിയത്. അവർക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ സമയമില്ല. ഓരോ കുഴപ്പങ്ങൾ ഈ രാജ്യത്തുണ്ടാകുമ്പോഴും അവർക്ക് ഇവിടെ എത്തേണ്ട അവസ്ഥയാണ്. അവർക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഓടി ഇവിടെ വരണം, ഇവിടുന്ന് ഓടി തിരിച്ചും പോകണം. അതും ബൈ റോഡാണ് ഇവർ വരുന്നത്. ട്രെയിനിലല്ല വരുന്നത്, അവർ ബൈ റോഡാണ് ഓടി വരുന്നത്. ഇത്രയും ദൂരം ഓടി വരുന്നുണ്ട് അവർ ഇത്രയും ദൂരം ഓടി വരുന്നത് ഈ സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള. അപ്പോൾ അവരുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുമ്പോഴും അതിൻ്റെ മൂലകാരണത്തിലേക്ക് തപ്പിപ്പോകുമ്പോൾ അവസ്ഥ ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ആയിരിക്കും. ഇവിടുന്ന് ആയിരിക്കും ഒരുത്തൻ പോയി അവിടെ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവനെ തേടി എന്ത് വേണം? ഇവിടെ വരണം. ഇവിടെ കൊച്ചിയിലെ NIA-കാരൊരു യൂണിറ്റ് ഇട്ടിരിക്കുന്ന പോലെ ATS, മഹാരാഷ്ട്ര ATS ഇവിടെ ഒരു യൂണിറ്റ് ഇടുന്നത് നന്നായിരിക്കും. ഓടണ്ടല്ലോ കൂടെ ഉമാരൊക്കെ തേടി ഓടി ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ, ഇവിടുന്ന് എളുപ്പമുണ്ടല്ലോ പിടിച്ചുകൊണ്ട് പോകാൻ. ഇവിടെ ഒരു ക്യാമ്പ് ഇട്ടിരുന്നെങ്കിൽ നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പം ഇത് ചിലർ പറയും റിജാസ് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു. റിജാസ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ പവർഫുള്ള മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയ. അയാളുടെ പോസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരിക്കാം. അവരൊക്കെ ഈ വഴിക്ക് പോയാൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ? ഈ രാജ്യമുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഇവർക്കില്ല. ഇവരിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ആകാശത്തെ പറവകളെ പോലെ എന്താ പറയുക, അതിർത്തികളില്ലാതെ ജീവിക്കാൻ നടക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ അതിർത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല. അതാണ് പ്രശ്നം. അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇവരങ്ങനെ പൊക്കോട്ടെ, പക്ഷേ ബാക്കിയുള്ളവരെ എന്തിനങ്ങനെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു? ഇവരെങ്ങനെയൊക്കെ പൊക്കോട്ടെ, അവരൊക്കെ അതാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ നടക്കട്ടെ. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയുള്ള ചെറുപ്പക്കാരെ, യുവാക്കളെ ഇതിലേക്ക് ആകർഷകരാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അരക്ഷിതമായിട്ടുള്ള സമൂഹമാക്കി മാറ്റാമെങ്കിൽ ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അതൊരു ഗൂഢലക്ഷ്യമാണല്ലോ. അതിന് ഇവർക്ക് ഫണ്ടും വരുന്നുണ്ട്, ധാരാളം ഇഷ്ടംപോലെ പണം ഇവർക്ക് വരുന്നുണ്ട്. ഒരു പണിയും ചെയ്യാതെ സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ സ്വതന്ത്ര മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി നടക്കുന്നു. ഞാൻ പറയുന്നു ഞാൻ ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ കയ്യിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ അതുകൊണ്ട് രാവിലെ ഒരു പണിയും ചെയ്യാതെ ഇറങ്ങി നടക്കുന്നു. ഞാനെങ്ങനെ ജീവിക്കും? ഇയാൾക്ക് ഒരു പണിയില്ല. ഇയാൾ കൂടെ കൊച്ചി വരുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ പോകുന്നുണ്ട്, UP പോകുന്നുണ്ട്, പശ്ചിമ ബംഗാളിൽ പോകുന്നുണ്ട്. ഇത് ഇന്ത്യൻ റെയിൽവേ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്ന ടിക്കറ്റ് എനിക്കറിയില്ല. ഇജാസിന് ഇനി ഫ്രീ ആയിട്ട് ഇന്ത്യൻ റെയിൽവേ ഒരു ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന്. ഇന്ത്യൻ റെയിൽവേയിൽ ആരെങ്കിലും ഇജാസിൻ്റെ ബന്ധുക്കളാണോ എന്ന് എനിക്കറിയില്ല. ഫ്രീ ആയിട്ട് ടിക്കറ്റൊക്കെ അടിച്ചു കൊടുത്ത് AC കോച്ചിൽ 3 ടയറിൽ AC-ലൊക്കെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് എന്തായാലും നല്ലൊരു തുകയാവില്ലേ അവിടെ പോയി റൂമെടുത്തൊക്കെ താമസിക്കണമെങ്കിൽ പോലും. സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ എന്താ ജോലി? സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ. ഈ സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഞാനാണെങ്കിലും ജോണേട്ടനാണെങ്കിലും രാവിലെ ഇവിടെ ജോലിക്ക് വന്നല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ സ്വതന്ത്ര മാധ്യമപ്രവർത്തകനാണെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങി കൊച്ചിയിൽ ചെന്ന് രാവിലെ എടപ്പള്ളിയിൽ നിന്ന് മെട്രോയിൽ കയറി തൃപ്പൂണിത്തുറയും പോയി തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോയിൽ കയറി എടപ്പള്ളിയിലും വരുന്നു. അല്ലെ ആ ആലുവ ഫെഡറൽ ബാങ്ക് സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു, കുറച്ച് നേരം അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നു, വീണ്ടും മെട്രോയിൽ കയറി കറങ്ങുന്നു. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? ഇതാണ് ഈ സ്വതന്ത്ര മാധ്യമപ്രവർത്തകർ.
ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല, തീവ്രവാദം, ടെററിസം, അതാണ് നടക്കുന്നത്. അത് ഗവൺമെന്റിന് അറിയാവുന്നതുകൊണ്ടാണ് അത് ഗവൺമെന്റിന് അത് മനസ്സിലാവുന്നുണ്ട്. എന്ത് മാധ്യമപ്രവർത്തകൻ, ഇവിടുത്തെ സാധാരണ മനുഷ്യനുള്ള പ്രിവിലേജ് മാത്രമേ ഏത് മീഡിയ പേഴ്സണിനും ഉള്ളൂ. ജേർണലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരുടെ നെഞ്ചത്ത് കയറാൻ ഒരു അധികാരം ഒരു മനുഷ്യനും ഇല്ല. ജേർണലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് ഞാനിതാ മാധ്യമപ്രവർത്തകനാണ്, ഞാൻ നിന്നെ നെഞ്ചത്ത് കയറുമെന്ന് പറഞ്ഞ്, അല്ല ഞാൻ ഈ രാജ്യത്തിനെതിരെ പറയുമെന്ന്, എനിക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിച്ചു കയറി ഇങ്ങോട്ട് പിടിക്കണം, എന്നിട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് വലിച്ചു കയറി കത്തിച്ച് കളയണം, എന്നിട്ട് അവൻ്റെ ചന്തിക്ക് 2 അടിയും കൊടുത്ത് തൂക്കിയെടുത്ത് ജയിലിൽ ഇടണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ശരി. ശരി.